ജനുവരി 7 ചൊവ്വാഴ്ച. മർക്കോസ് 6:34 മുതൽ 44 വരെ വാക്യങ്ങൾ. ഒരു ദിവസം ഒരു യുവാവ് ഉപജീവനത്തിനായി വീട് വിട്ടിറങ്ങി. അവൻ പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ അമ്മ ഒരു ബ്രെഡ് അവന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് മറ്റൊരാളുമായി പങ്കിടുന്നിടത്തോളം കാലം നിനക്ക് ഒരിക്കലും ഭക്ഷണം ലഭിക്കാതിരിക്കില്ല. ആ യുവാവ് നടക്കുന്നു, വിശന്നപ്പോൾ അപ്പം തിന്നു, വഴിയിൽ കണ്ടുമുട്ടിയവരുമായി അത് പങ്കുവയ്ക്കുകയും ചെയ്തു. ഒരു ദിവസം അയാൾ നദിക്കരയിലൂടെ നടക്കുമ്പോൾ സങ്കടത്തോടും നിരാശയോടെയും നടക്കുന്ന രാജ്യത്തിൻ്റെ രാജകുമാരിയെ കണ്ടുമുട്ടി. തന്നോടൊപ്പം ബ്രെഡ് പങ്കിടാൻ അവൻ അവളെ ക്ഷണിച്ചു. അവൾ അവനോടൊപ്പം ഇരുന്ന് ആ ബ്രെഡ് കഴിച്ചപ്പോൾ അവളുടെ ഉത്സാഹം വീണ്ടെടുക്കാൻ സാധിച്ചു. പിന്നീട് അവൾ താനുമായി അപ്പം പങ്കിട്ട ആ യുവാവിനെ വിവാഹം കഴിച്ചു. ആ രാജ്യത്തിലെ ആളുകൾക്ക് എപ്പോഴും കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടിയ ജനങ്ങളോടുള്ള അവിടുത്തെ സ്നേഹത്തെയും അനുകമ്പയെയും കുറിച്ച് പറയുന്നു. യേശു ആളൊഴിഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കുകയായിരുന്നു. സന്ധ്യ അടുത്തു. ആളുകളെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കോ കൃഷിയിടങ്ങളിലേക്കോ പറഞ്ഞയക്കാൻ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. ഇവർക്കെല്ലാം ഭക്ഷണം നൽകാൻ തങ്ങളുടെ പക്കൽ മതിയായ പണമില്ല. അതിശയകരമെന്ന് പറയട്ടെ, യേശു തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ അടുക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിക്കുന്നു. അവർ തങ്ങളുടെ ബാഗ് പരിശോധിച്ചതിന് ശേഷം തങ്ങളുടെ പക്കൽ 5 അപ്പവും 2 ചെറിയ മീനും മാത്രമേ ഉള്ളൂ എന്ന് യേശുവിനോട് പറയുന്നു. തുടർന്ന് ആളുകളെ കൂട്ടമായി ഇരിക്കാൻ യേശു കൽപ്പിച്ചു. അവിടുന്ന് 5 അപ്പവും 2 മീനും എടുത്ത് നിശബ്ദമായി ആശീർവദിച്ച് മുറിച്ചു. എന്നിട്ട് അത് ശിഷ്യന്മാർക്ക് വിതരണം ചെയ്യാൻ കൊടുക്കുന്നു. ആളുകൾ തൃപ്തരാകുന്നതുവരെ ഭക്ഷണം കഴിച്ചു. മാത്രമല്ല, നിരവധി കുട്ട ഭക്ഷണങ്ങൾ അവശേഷിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ ഒരിക്കലും വറ്റിപ്പോകുകയില്ല. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.